So once again, welcome back to virtual teaching. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DMBSലെ തേർഡ് മോഡ്യൂളാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേർഡ് മോഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ തേർഡ് മോഡ്യൂളിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്താണ് ഇ-കൊമേഴ്സ്. Any form of business transaction in which the parties interact electronically rather than the physical exchange or direct physical contact. അപ്പോൾ നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസിൽ പാർട്ടീസ് അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്യണം, എല്ലാം തന്നെ എന്തായിരിക്കും, ഇലക്ട്രോണിക് മോഡിലായിരിക്കും. അങ്ങനെ ഇലക്ട്രോണിക്കലി ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഫോം ഓഫ് ബിസിനസ് ട്രാൻസാക്ഷനാണ് ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇ-കൊമേഴ്സിൻ്റെ ബെനിഫിറ്റ്സ്? അപ്പോൾ ബെനിഫിറ്റ്സ് ഓഫ് ഇ-കൊമേഴ്സ് നമുക്ക് 3 ഡിഫറെൻറ്റ് കാറ്റഗറി ഡിവൈഡ് ചെയ്യാം. ബെനിഫിറ്റ് ടു ദ ബിസിനസ്, ബെനിഫിറ്റ് ടു ദ കസ്റ്റമർ ആൻഡ് ബെനിഫിറ്റ് ടു ദ സൊസൈറ്റി. അതിൽ ബെനിഫിറ്റ് ടു ദ ബിസിനസ്സിൽ വരുന്ന മെയിനായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ആണ്? ഒന്നാമത്തെ മാർക്കറ്റ് എക്സ്പാൻഷൻ. ഇ-കൊമേഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എഫിഷ്യൻ്റായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. സെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പറയുന്ന സെല്ലിങ്ങിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെയാണ് നമുക്ക് ബിസിനസ്സിനത് യൂസ്ഫുള്ളായി വന്നിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് കൺസ്യൂമേഴ്സിനുള്ള ബെനിഫിറ്റ്സ്? 24 hours നമുക്ക് സർവീസ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് നല്ല റീസണബിൾ പ്രൈസ്, നല്ല കുറഞ്ഞ വിലയിൽ നമുക്ക് സാധനം കിട്ടും. എപ്പോഴും നമുക്ക് ഇൻഫോർമേഷൻസ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസുകൾ കിട്ടും. ഇനി അടുത്ത സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉള്ളത്? ഒന്നാമത്, പീപ്പിൾ നീഡ് നോട്ട് ട്രാവൽ ടു ഷോപ്പ് ടു ബൈ എ പ്രോഡക്റ്റ്, ദസ് ലെസ് ട്രാഫിക് ആൻഡ് എയർ പൊല്യൂഷൻ. എന്താണ്, ഈ ഗുഡ്സ് ആൻഡ് സർവീസൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കടയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പകരം വീട്ടിലിരുന്ന് നമുക്ക് സാധനം മേടിക്കാം. അതുവഴി നമ്മൾ ട്രാഫിക് കുറയ്ക്കും. അതുപോലെ തന്നെ എയർ പൊല്യൂഷനൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അടുത്തെന്താണ്, റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം സാധനങ്ങൾക്ക് വളരെ വില കുറവായിരിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, ഇ-കൊമേഴ്സ് എനേബിൾ റൂറൽ ഏരിയ ടു ആക്സസ് സർവീസ് ആൻഡ് പ്രൊഡക്റ്റ്. റൂറൽ ഏരിയയിലുള്ള ആൾക്കാർ, ലൈക്ക് ഒരു ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഒരു സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിറ്റിയിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ഇതൊരു ഇ-കൊമേഴ്സ് വഴി നമുക്ക് അങ്ങനെ അവിടേക്ക് പോകാണ്ട് തന്നെ വീട്ടിലിരുന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഗുഡ്സ് ആൻഡ് സർവീസൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇ-കൊമേഴ്സിൻ്റെ ബെനിഫിറ്റ്സ്. ഇനി ഇ-കൊമേഴ്സിന് ബെനിഫിറ്റ്സ് മാത്രമല്ല ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ലിമിറ്റേഷൻസ് നോക്കാം. ഒന്നാമത്തെയാണ്, ഇ-കൊമേഴ്സ് ഈസ് നോട്ട് ആക്സസബിൾ ടു പീപ്പിൾ ഹു ഡു നോട്ട് ഹാവ് ടെക്നോളജിക്കൽ കോമ്പറ്റൻസ് ആൻഡ് ഇൻ്റർനെറ്റ് സ്കില്ല്. നല്ല രീതിയിലുള്ള ടെക്നോളജിക്കൽ നോളജും ഇൻ്റർനെറ്റ് സ്കില്ലില്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇ-കൊമേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇ-കൊമേഴ്സ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ പെരിഷബിൾ ഗുഡ്സ്. പെട്ടെന്ന് ചീത്തയായി പോണ ഗുഡ്സിനും ഇ-കൊമേഴ്സ് സൂട്ടബിൾ അല്ല. നെറ്റ്വർക്ക് ഹാക്കിംഗ്, സൈബർ അറ്റാക്ക് റെഡ്യൂസ് ദ മെറിറ്റ്സ് ഓഫ് ഇ-കൊമേഴ്സ്. നമ്മൾ ഇ-കൊമേഴ്സിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ മിക്കവർക്കും ഈ സൈബർ അറ്റാക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഹാക്കിംഗ് ഒക്കെ സംഭവിക്കാറുണ്ട്. അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. പിന്നെന്താണ്, പുവർ ഇൻ്റർനെറ്റ് കണക്ഷൻ ആൻഡ് ലോ സ്പീഡ് വിൽ ഡിസ്ട്രപ്റ്റ് ദ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ. നമുക്ക് നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ സ്പീഡ് വളരെ ലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷനെ ഡിസ്റ്റർബ് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ ബയർ ടു ടച്ച് ആൻഡ് ഫീൽ ദ പ്രൊഡക്റ്റ്. നമുക്ക് ഓൺലൈനിലൂടെ ആ പ്രൊഡക്റ്റ് പോയി തൊട്ട് നോക്കി മേടിക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാമാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. ഇനി അടുത്താണ് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ഇ-കൊമേഴ്സ്, ടൈപ്പ് ഓഫ് ഇ-കൊമേഴ്സ് എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് ബിസിനസ് ടു കൺസ്യൂമർ. എന്താണ് ബിസിനസ് ടു കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ളത്? എ കമ്പനി സെൽ പ്രൊഡക്റ്റ് ടു ദ കസ്റ്റമർ ഡയറക്റ്റ്ലി. ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് ഡയറക്റ്റ് എത്തിക്കുകയാണെങ്കിൽ അതാണ് ബിസിനസ് ടു കൺസ്യൂമർ അല്ലെങ്കിൽ ബിസിനസ് ടു കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഇ-കൊമേഴ്സ്. രണ്ടാമത്തത് ബിസിനസ് ടു ബിസിനസ്, ഓൺലൈൻ എക്സ്ചേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസ് ഓർ ഇൻഫോർമേഷൻ ബിറ്റ്വീൻ ബിസിനസ് ഫോംസ്. അപ്പോൾ ബിസിനസ് തമ്മിൽ അവരെന്താണ് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുകയോ സർവീസോ ഇൻഫോർമേഷനോ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത കൺസ്യൂമർ ടു കൺസ്യൂമർ. എന്താണത്? കൺസ്യൂമർ സെൽസ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ടു അനദർ കൺസ്യൂമർ. ഒരു കൺസ്യൂമർ മറ്റൊരു കൺസ്യൂമറിലേക്ക് പ്രൊഡക്റ്റും സർവീസ് വിൽക്കുകയാണെങ്കിൽ അതാണ് കൺസ്യൂമർ ടു കൺസ്യൂമർ. അടുത്തത് കൺസ്യൂമർ ടു ബിസിനസ്. ദ കൺസ്യൂമർ വിൽ കോട്ട് ദ പ്രൈസ് ആൻഡ് എസ്റ്റിമേറ്റ്. The firm which accept the term and condition of the consumer will meet the needs. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ആയിരിക്കും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കോട്ട് ചെയ്യുക, ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ പ്രൈസ് ഓക്കെ ആണെങ്കിൽ ഏത് ഫേമാണോ ആ പ്രൈസ് ഓക്കെ ആണെന്ന് പറഞ്ഞു വരുന്നത് അവർ തമ്മിലായിരിക്കും പിന്നെ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുക. അതാണ് കൺസ്യൂമർ ടു ബിസിനസ്.
അടുത്താണ് ബിസിനസ് ടു ഗവൺമെൻറ്, യൂസ് ടു സെൽ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ടു ദ കൺസ്യൂമർ. അപ്പോൾ ബിസിനസ് ടു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഈ പ്രൊഡക്റ്റും സർവീസൊക്കെ വിൽക്കുന്നത് ഗവൺമെൻറ്റിലേക്കായിരിക്കും. ഇറ്റ് ഈസ് എ ബിസിനസ് പ്രൊപ്പോസൽ ടു ദ ഗവൺമെൻറ് ആൻഡ് ഡിഫറെൻറ്റ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. ഗവൺമെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് നടത്തുന്ന പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിലേക്കോ വേണ്ടിയുള്ള ബിസിനസ് പ്രൊപ്പോസലായിരിക്കും ഈ ബിസിനസ് ടു ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാമാണ് ഡിഫറെൻറ്റ് മോഡൽ ഓഫ് ഇ കൊമേഴ്സ്. അടുത്താണ് എന്താണ് എം കൊമേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എം കൊമേഴ്സ് ഓർ മൊബൈൽ കൊമേഴ്സ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ഇ കൊമേഴ്സ് വിച്ച് ഡീൽ വിത്ത് ദ ബിസിനസ് ട്രാൻസാക്ഷൻ ഓവർ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ ആൻഡ് അതർ വയർലെസ് ഹാൻഡിൽ ഡിവൈസ്. നമ്മുടെ ഇ കൊമേഴ്സ് പോലെ തന്നെ ഉള്ളതാണ് എം കൊമേഴ്സ്. നമ്മുടെ പറയുകയാണെങ്കിൽ ഇ കൊമേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ് എം കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മൊബൈൽ ഫോണോ സെൽ ഫോണോ സ്മാർട്ട് ഫോണോ ഇത്രേ ഉള്ളൂ, നമ്മൾ വയർലെസ് ആയിട്ടുള്ള ഡിവൈസ് വെച്ചിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതാണ് എം കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എം കൊമേഴ്സിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഓവർ മൊബൈൽ ഫോൺ വിൽ ഗെറ്റ് ആൻഡ് എക്സ്റ്റെൻസീവ് റീച്ച്. അല്ലേ, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു മോഡായിരിക്കും ഇ കൊമേഴ്സ് എന്ന് അല്ലെങ്കിൽ എം കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത്, ക്യാൻ റിസീവ് ഇൻഫോർമേഷൻ ആൻഡ് കണ്ടക്ട് ട്രാൻസാക്ഷൻ എനിവർ അറ്റ് എനി ടൈം. ഇത് വയർലെസ് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും പോയിരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നടത്താം. നമുക്കിങ്ങനെ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇരുന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാം. പക്ഷേ മൊബൈൽ ഫോൺ ഉണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിൽ പോയി, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, എപ്പോൾ നമുക്ക് ഇൻഫോർമേഷൻസ് വേണം തോന്നും അപ്പോൾ നമുക്ക് നോക്കാം, അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താനും സാധിക്കും. സേവ് ടൈം ആൻഡ് മണി, നമ്മുടെ കുറേ ടൈമും മണിയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി എം കൊമേഴ്സ് നമ്മൾ സഹായിക്കും. കണക്റ്റിംഗ് ത്രൂ എ മൊബൈൽ ഫോൺ ഈസ് ഫാസ്റ്റർ ദാൻ കണക്റ്റിംഗ് യൂസിങ് വയർലൈൻ മോഡംസ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് മൊബൈൽ ഫോണിലൂടെ നമുക്ക് ഏത് സൈറ്റ് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ നമുക്ക് കണക്റ്റിവിറ്റിയൊക്കെ പറ്റും. ഈസി ഷോപ്പിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എം കൊമേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഒന്നാമത്തെ പോയിന്റ്, ട്രാൻസാക്ഷൻ ഡിപ്പെൻഡ് ഓൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഫണ്ട് അവൈലബിൾ ഇൻ ദ സേവിംഗ് ഓർ കറണ്ട് അക്കൗണ്ട് ഓഫ് ദ കസ്റ്റമർ. ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ എന്താണ്, നമ്മുടെ കാർഡിനുള്ളിൽ നമ്മുടെ ആ ഒരു അക്കൗണ്ട്, സേവിംഗ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടിലോ എന്തോരം ക്യാഷ് ഉണ്ട് അത് മാത്രമേ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ വലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്താണ്, ട്രാൻസാക്ഷൻ ഡിപ്പെൻഡ് ഓൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഓഫേർഡ് ബൈ ദ ബാങ്ക്. നമുക്ക് ബാങ്ക് തന്നിരിക്കുന്ന ആ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് നമുക്ക് എത്ര വേണമെങ്കിലും കാശ് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത്, ഇൻട്രസ്റ്റ് ഈസ് ഏൺഡ് ഓൺ ദ അവൈലബിൾ ഡെപ്പോസിറ്റ്. നമ്മൾ എന്തോരം കാശ് കറണ്ട് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ട് ഇട്ടേക്കുന്നു അത്രയ്ക്ക് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാം. ഇൻട്രസ്റ്റ് ഇസ് ലെവീഡ് ഓൺ ദ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഓഫ് ദ ക്രെഡിറ്റ് എക്സ്റ്റെൻഡ്. നമ്മൾ എന്തോരം ക്രെഡിറ്റ് എടുത്തോ അതിലേക്കായിരിക്കും ഇൻട്രസ്റ്റ് ആഡ് ആവുക, നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടും വരും. ഓക്കെ, എനി സേവിംഗ് ഓർ കറണ്ട് അക്കൗണ്ട് ഹോൾഡർ വിത്ത് ഗെറ്റ് ഡെബിറ്റ് കാർഡ് ഫ്രം എ ബാങ്ക്. ഒരു സേവിംഗ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ ഉള്ള ആൾക്ക് ബാങ്കിൽ നിന്ന് എളുപ്പത്തിൽ ഡെബിറ്റ് കാർഡ് കിട്ടും, നമ്മുടെ ATM കാർഡ് കിട്ടും. എന്നാൽ ബാങ്ക് ഇഷ്യൂ ക്രെഡിറ്റ് കാർഡ് ടു ദോസ് കസ്റ്റമർ ഹു ഫുൾഫിൽ ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സച്ച് ആസ് ഹൈ ക്രെഡിറ്റ് സ്കോർ ആൻഡ് ഗുഡ് ക്രെഡിറ്റ് ഹിസ്റ്ററി. നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ ഉള്ള ആൾക്കാർക്കായിരിക്കും എന്തെടുക്കുക, ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെയും ക്രെഡിറ്റ് കാർഡിൻ്റെയും ഡിഫറൻസ്. ഓക്കെ, ഇനി അഡ്വാൻറ്റേജ് ഓഫ് ഡെബിറ്റ് കാർഡ്. ഈ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജുകൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ, ഈസിലി അവൈലബിൾ, നമുക്ക് പെട്ടെന്ന് തന്നെ ഡെബിറ്റ് കാർഡ് കിട്ടും ബാങ്കിൽ നിന്ന്. രണ്ടാമത്തെ, ഈസി വിഡ്രോവൽ ഓഫ് ക്യാഷ്, നമുക്ക് ക്യാഷ് പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. അവോയ്ഡ് റിസ്ക് ഓഫ് ക്യാരിങ് ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിൽ ക്യാഷ് കൊണ്ട് നടക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വൈഡ്ലി ആക്സെപ്റ്റഡ്, എല്ലായിടത്തും ഡെബിറ്റ് കാർഡ് വെച്ച് നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. സേഫ് ആൻഡ് സെക്യൂർ, അവോയ്ഡ് ഓവർ സ്പെൻഡിങ് ആസ് വൺ ക്യാൻ ഓൺലി സ്പെൻഡ് ദോസ് മണി വിച്ച് ഇസ് ദെയർ ഇൻ ഹിസ് അക്കൗണ്ട്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാശ് മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമ്മൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് കാർഡ് നമ്മൾ അനുവദിക്കില്ല. അടുത്ത്, ഇനി ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? റെക്കോർഡ് കീപ്പിംഗ്, നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് മേടിച്ചിട്ടുണ്ടോ നമുക്ക് അതിൻ്റെ എല്ലാം തന്നെ റെക്കോർഡ്സ് ഉണ്ടാവും. റിവാർഡ് പോയിൻറ്റ്സ്, നല്ല രീതിയിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ നമുക്ക് റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നതാണ്. പ്രൊവൈഡ് ഗ്രേസ് പീരീഡ് ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ്, നമുക്കിപ്പോൾ ഒരു ഗ്രേസ് പീരീഡ് എന്നുണ്ടാവും, ഇപ്പോൾ ഒരു ടൈം പീരീഡ് എക്സ്ട്രാ നമുക്ക് തരും വേണമെങ്കിൽ ക്രെഡിറ്റ് ബില്ലൊക്കെ റീപേ ചെയ്യാൻ വേണ്ടി. സേഫർ ദാൻ ഡെബിറ്റ് കാർഡ് ആസ് ദേ പ്രൊവൈഡ് അഡീഷണൽ പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഇൻ ഡിഫറെൻറ്റ് ഗേറ്റ് വേ ലൈക്ക് വിസ ആൻഡ് മാസ്റ്റർ കാർഡ്. നമുക്ക് ഡെബിറ്റ് കാർഡിനേക്കാൾ ഒന്നൊരു സേഫറാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയും, കാരണം അതിന് എക്സ്ട്രാ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി നെക്സ്റ്റ് ആണ് എന്താണ് നെറ്റ് ബാങ്കിങ്.
Net banking or internet banking is an e-payment system which allow customer of a bank to do different type of financial transaction through secured website of the bank. It is also known as the online banking, virtual banking. അപ്പോൾ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഡിഫറെൻറ്റ് നെയിംസ് ആണ് ഓൺലൈൻ ബാങ്കിങ്, വെർച്വൽ ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ബാങ്കിൻ്റെ കസ്റ്റമർക്ക് ആ ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് പല ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റിലൂടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ് അല്ലെങ്കിൽ വെർച്വൽ ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത എന്താണ് ഡിജിറ്റൽ വാലറ്റ്? A digital wallet refers to an electronic device that allow the user to easily make e-commerce transaction. വളരെ സിമ്പിളായിട്ട് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഡിജിറ്റൽ വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ ബാങ്ക് അക്കൗണ്ട് ഓഫ് എ പേഴ്സൺ നീഡ് ടു ബി ലിങ്ക്ഡ് വിത്ത് എ ഡിജിറ്റൽ വാലറ്റ് ഫോർ മേക്കിംഗ് ഇ പേയ്മെൻറ്റ്. ആ ഡിജിറ്റൽ വാലറ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ലൈക്ക് ഡിജിറ്റൽ വാലറ്റ് ഈ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഡിജിറ്റൽ വാലറ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അടുത്താണ് ഇനി ഇ ചെക്ക്. ഇലക്ട്രോണിക് ചെക്ക് ഈസ് ആൻ ഇലക്ട്രോണിക് ഫോം ഓഫ് ദ ട്രഡീഷണൽ പേപ്പർ ചെക്ക് ദാറ്റ് ഹെൽപ്പ് ടു മേക്ക് പേയ്മെൻറ്റ് ഓവർ ദ ഇൻ്റർനെറ്റ്. നമ്മൾ സാധാരണ പേപ്പർ ചെക്ക് യൂസ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഫോം ഓഫ് ചെക്കാണ് ഇലക്ട്രോണിക് ചെക്ക്, ഇ ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് റിക്വയർ ഡിജിറ്റൽ സിഗ്നേച്ചർ ആൻഡ് ഒത്തൻറ്റിക്കേഷൻ. നമ്മൾ സാധാ പേപ്പർ ചെക്കിൽ സൈൻ ചെയ്യണ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇലക്ട്രോണിക് ചെക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിജിറ്റൽ സിഗ്നേച്ചറോ ഒത്തൻറ്റിക്കേഷനോ ഒക്കെ നമ്മൾ ചെയ്യണം, നമ്മൾ സ്വന്തമാണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ഈ പറയുന്ന തേർഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതോടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ ആൻഡ് തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.